സർ, ഉത്തരാഖണ്ഡിൽ അടുത്ത നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ ഒരു പ്രധാനപ്പെട്ട ബില്ല് അവതരിപ്പിക്കുമെന്ന് കേൾക്കുന്നു. അതായത് ലവ് ജിഹാദിന് ജീവപര്യന്തം. നടപ്പാവുമത്? അത് നടപ്പാക്കും. കാരണം ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ത്യയിൽ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്. കുറച്ച് പേരുണ്ടല്ലോ യോഗിയെ പോലെയൊക്കെ വളരെ ശക്തമായി നടപടികൾ എടുക്കുന്ന, പ്രത്യേകിച്ച് ഈ ഡെമോഗ്രഫി മാറ്റങ്ങളിലെ ജനസംഖ്യ പല ജില്ലകളിലുമൊക്കെ പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ടല്ലോ. മറ്റേ മുസ്ലിങ്ങൾക്ക് സ്ഥലം വിൽക്കരുത്, വാങ്ങിക്കരുത്, കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിയമങ്ങളുമൊക്കെ ചില ജില്ലകളിലൊക്കെ നടപ്പാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരം അസാധാരണമായ നിയമങ്ങളുമൊക്കെ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പം ഇത് ലവ് ജിഹാദ് മാത്രമല്ല, ബഹുഭാര്യത്വം അതും കുറ്റകരമാക്കുന്ന ബില്ലാണ് നടപ്പാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ ഒരു വാർത്ത വായിച്ചപ്പോൾ അതിൽ ഈ ബഹുഭാര്യത്വത്തിൻ്റെ കാര്യം മാത്രമേ മനോരമ പറഞ്ഞിട്ടുള്ളൂ. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടില്ല, ആ വാർത്തകത്തില്ല. അപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞപ്പോൾ പ്രധാനമായിട്ടും ലവ് ജിഹാദ്, അതായത് നമ്മുടെയൊക്കെ നിയമസഭയിലൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ ഒരു കേസും ഇല്ല എന്നൊക്കെ മറുപടി കൊടുക്കുമല്ലോ. കാരണം നമ്മുടെ IPC-യിലോ അങ്ങനെയൊന്നും ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു വാക്കില്ല. അപ്പൊ അതില്ല. പക്ഷെ ഇവിടെ ഹൈക്കോടതി ലവ് ജിഹാദ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിൽ എനിക്ക് തോന്നിയൊരു പ്രത്യേകത, ഒരു ബില്ലിൻ്റെ അകത്ത് തന്നെ ജീവപര്യന്തം ശിക്ഷ കൊടുക്കുന്ന കുറ്റമാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നതോടുകൂടി ഇത് നിയമത്തിൽ ഇല്ലേ, ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു ടേം നിയമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ഒരു ബില്ല് നിയമമാവുമല്ലോ ഇത്. ഉത്തരാഖണ്ഡിൽ ഇത് നിയമമാവുമ്പോൾ നിയമത്തിൽ തന്നെ ലവ് ജിഹാദ് എന്ന് പറയുന്നുണ്ട്. അതായത് മുസ്ലിം യുവാക്കൾ ഇല്ലേ, മുസ്ലിം പുരുഷന്മാർ മറ്റ് മതസ്ഥരെ ഇല്ലേ പ്രണയം നടിച്ച് വിവാഹം ചെയ്യുന്നതും നിർബന്ധിച്ചും മതം മാറ്റുന്നതും ഇതാണ് ലവ് ജിഹാദ് എന്ന് ഈ ബില്ലിൽ പറയുന്നുണ്ടെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ ലവ് ജിഹാദ് എന്നുള്ളത് ശരിക്കും ഇന്ത്യയിലെ നിയമത്തിൻ്റെ തന്നെ ഭാഗമായി വരുന്നു. അതാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു മാറ്റം. പിന്നെ ഇതിൻ്റെ അകത്ത് വൈഷ്ണവ സത്ര സംരക്ഷണം അതും ഒരു ബില്ലിൽ വരുന്നതായിട്ട് പറയുന്നുണ്ട്. അവിടെ അസമിൽ ഈ നവ വൈഷ്ണവ ആശ്രമങ്ങളുണ്ട്. ശ്രീമദ് ശങ്കരദേവൻ 15-ാം നൂറ്റാണ്ടിലെ 65 വൈഷ്ണവ സത്രങ്ങൾ പുതുതായിട്ട് ഈ വൈഷ്ണവ മതം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ചതാണ് 65 സത്രങ്ങൾ. അപ്പോൾ അത് ഈ ഡാൻസ്, കീർത്തനം, ആലാപനം, നൃത്തം, കൃഷ്ണനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിന് പല ഭീഷണികളും അസമിൽ ഉയരുന്നുണ്ട് ഈ വൈഷ്ണവ സത്രങ്ങൾക്കെതിരെ. അപ്പോൾ അതിന് സംരക്ഷണം കൊടുക്കുന്ന ഒരു ബില്ലിലും പറയുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് അസമിൽ മജോലി എന്ന് പറഞ്ഞ ദ്വീപിൽ ആണ് കൂടുതലും ഈ വൈഷ്ണവ സത്രങ്ങൾ ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ഈ പുഴയിൽ ഉള്ള ദ്വീപാണ് ഈ മജോലി ദ്വീപ്. മറ്റേത് കടലിലല്ലേ ഉണ്ടാവുന്നത്, ഇത് പുഴയിലെ ദ്വീപ് ആണ് മജോലി, ലോകത്തിലെ ഏറ്റവും വലിയ. അവിടെയാണ് ഈ നവ വൈഷ്ണവ വിശ്വാസക്കാർ കൂടുതലും ഉള്ളത്. അപ്പോൾ ഈ അടുത്ത മാസം നിയമസഭാ സമ്മേളനം ചേരുന്നുണ്ട്. അതപ്പോൾ നിർണായക നിയമസഭാ സമ്മേളനമാണ്. അതിലാണ് ലവ് ജിഹാദ് ജീവപര്യന്തം ശിക്ഷ അറിയിക്കുന്ന കുറ്റമാണെന്ന് പറയുന്ന ബില്ല് വരുന്നത്. പിന്നെ അത് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ നിയമമാവുന്നുണ്ടല്ലോ ഗവർണർ അനുമതി കൊടുക്കുന്നതോടുകൂടി. അതിൽ ബഹുഭാര്യത്വം, അത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയണ്ട. ഇത് രണ്ടും ഒരേ ബില്ലിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഒരു വിവാഹത്തിലൊക്കെ, അതായത് ഒരു ഭാര്യ ജീവിച്ചിരിക്കെ വേറൊരു വിവാഹം പാടില്ല എന്നാണ് അതിൻ്റെ അകത്ത് വ്യവസ്ഥ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിൽ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരുന്നു ഇങ്ങനെ ലവ് ജിഹാദ് ജീവപര്യന്തം ശിക്ഷ കൊടുക്കുന്ന കുറ്റമായി കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നു.
ആ വാക്ക് അദ്ദേഹം പാലിക്കുകയാണ്. പിന്നെ വ്യാജ വിവാഹങ്ങൾ അത് തടയുക, നിർബന്ധിത മതം മാറ്റം ലവ് ജിഹാദിലുണ്ട്, അത് തടയുക. 2023 തന്നെ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരുന്നു ബഹുഭാര്യത്വ വിരുദ്ധ ബില്ല് ഞങ്ങൾ കൊണ്ടുവരുന്നു. ഇപ്പം എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ബില്ലാണ് വരുന്നത്. അവിടെ സർക്കാർ ജീവനക്കാരിൽ ബഹുഭാര്യത്വം ഓൾറെഡി നിരോധിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർ ചെയ്യരുത്. സർക്കാരിൻ്റെ അനുവാദമില്ലാതെ രണ്ടാമതൊരു വിവാഹം ചെയ്താൽ പിരിച്ചുവിടും നടപടി. ആദ്യ ഭാര്യ ജീവിച്ചിരിക്കെ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി നിയമങ്ങളുമൊക്കെ അസംബ്ലി മാറുന്നു എന്നുള്ളതാണ്. 2024 ഈ മുസ്ലിം വിവാഹവും വിവാഹമോചനവും രജിസ്റ്റർ ചെയ്യാനായിട്ട് പുതിയ നിയമം വന്നിരുന്നു കഴിഞ്ഞ കൊല്ലം. നമ്മളത് ചർച്ച ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഈ 15 വയസ്സിൽ താഴെ 14 വയസ്സിലും ഒക്കെ മുസ്ലിങ്ങൾക്കിടയിൽ വിവാഹം നടക്കുന്നുണ്ട്. അപ്പോൾ അത് സാധാരണഗതിയിൽ അവിടെ ഈ ഖാസിമാരുടെ അടുത്ത് കുറെ ഖാസിമാരെ നേരത്തെ കോൺഗ്രസ് സർക്കാർ നിയോഗിച്ചിരുന്നു. അവരുടെ അടുത്ത് പോയിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. അവർക്കിപ്പോൾ ഖാസിമാർക്ക് ഫീസും കിട്ടും. 95 ഖാസിമാരെ പല ജില്ലകളിലൊക്കെ ആയിട്ട് നിയോഗിച്ചിരുന്നു. അത് മാറ്റിയിട്ട് ഇപ്പോൾ രജിസ്ട്രാർ ഓഫീസുകളിൽ തന്നെ ഈ മുസ്ലിങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിയമം വന്നു. അതുകൊണ്ട് ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായം കുറഞ്ഞ വിവാഹം നടക്കില്ല. സ്ത്രീക്ക് മുസ്ലിം പെൺകുട്ടിക്ക് 18 വയസ്സും പുരുഷന് 21 വയസ്സും വേണം. അതാണ് ഇതുകൊണ്ട് വരുന്നത്. മറ്റേ വിവാഹം സാധാരണ രജിസ്ട്രാർ ഓഫീസിൽ തന്നെ പോയി മുസ്ലിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. വിവാഹവും വിവാഹമോചനവും ആ നിയമം കഴിഞ്ഞ കൊല്ലം വന്നു. അപ്പോൾ ബാലവിവാഹം, ബഹുഭാര്യത്വം അതൊക്കെ നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു നടപടിയായിരുന്നു. ഇതൊക്കെ ശർമ്മ ചെയ്യുന്നുണ്ട്. 2023 ഒരു ഉന്നത സമിതിയെ നിയോഗിച്ചു. അതായത് ഇത് ബഹുഭാര്യത്വം നിരോധിക്കുന്നത് ഒക്കെ അതിനുള്ള ശുപാർശകൾ സമർപ്പിക്കാൻ അതിന് ഭരണഘടനാ സാധുതയുണ്ടോ എന്നാണ് പരിശോധിച്ചത്. അപ്പോൾ 2023 പൊതുവിജ്ഞാപനം ഇറക്കിയിരുന്നു. ആളുകൾക്ക് ഇതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പൊതുപിന്തുണ കിട്ടി ഈ ബഹുഭാര്യത്വ നിരോധനത്തിന്. 1935 മുസ്ലിം മാരേജ് ആൻഡ് ഡിവോഴ്സ് രജിസ്ട്രേഷൻ ആക്ട് അതാണ് അവിടെ ഇതുവരെ ഉണ്ടായിരുന്നത് 1935. ഇനി അത് നിയമസഭ 2024 ഓഗസ്റ്റിൽ പിൻവലിച്ചു. എന്നിട്ട് അസം കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് മുസ്ലിം മാരേജസ് ആൻഡ് ഡൈവോഴ്സസ് ആക്ട് വന്നു. നിർബന്ധിതമാക്കി മുസ്ലിം വിവാഹവും വിവാഹമോചനവും രജിസ്റ്റർ ചെയ്തിരിക്കണം. അതാണ് കമ്പൽസറി രജിസ്ട്രേഷൻ ആക്ട് വന്നു. ഖാസിമാരിൽ നിന്ന് രജിസ്ട്രേഷൻ എടുത്ത് നീക്കി. വധുവിന് 18 വയസ്സ്, വരന് 21 വയസ്സ് ആ നിയമം കൊണ്ടുവന്നു. അപ്പോൾ വ്യക്തി നിയമം സ്ത്രീകളുടെ അവകാശം, ജെൻഡർ ഈക്വാളിറ്റി മുസ്ലിം സ്ത്രീകൾക്കും ഇത് നടപ്പാക്കുന്ന ഭാഗമായിട്ടാണ്. അപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിട്ടുണ്ട് UCC ഉണ്ടല്ലോ, യൂണിഫോം സിവിൽ കോഡ്, അതിന് വേറെ വരും. അതിൻ്റെ ഒരു സൂചന നിയമങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിയമങ്ങൾ നടപ്പാക്കി കഴിയുമ്പോൾ പിന്നെ UCC നടപ്പാക്കുമ്പോൾ പ്രത്യേകിച്ച് ബഹളമൊന്നും ഉണ്ടാക്കാനില്ലല്ലോ. ഇല്ല, ശരിക്കും കുറേ നിയമങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞിട്ടാണല്ലോ UCC വരുന്നത്. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വേറെ ആയിരിക്കും എന്ന് ഹിമന്ത ബിശ്വ ശർമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പല സംസ്ഥാനങ്ങൾക്കും, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ അല്ലേ, മധ്യപ്രദേശിലൊക്കെ ഈ ഗ്രൂമിങ് ഗാങ്ങുകളൊക്കെ ഇല്ലേ, ബ്രിട്ടനിലൊക്കെ ഉള്ള പോലെ. അപ്പോൾ അതുപോലെ പല സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒരു ബില്ലാണ്. ഈ ബില്ല് എടുത്ത് കോപ്പി ചെയ്താൽ മതിയല്ലോ. മധ്യപ്രദേശിലുമൊക്കെ ഇപ്പോൾ മറ്റേ മതം മാറ്റ നിരോധന നിയമമൊക്കെ വരാൻ പോകുന്നല്ലേ ഉള്ളൂ പുതിയത്. അപ്പോൾ ലവ് ജിഹാദ് നമ്മുടെ നിയമത്തിൻ്റെ ഭാഗമാകുന്നു. അത് കുറ്റകരമാകുന്നു. അതിന് ജീവപര്യന്തം ശിക്ഷ വരെ കിട്ടാൻ പോകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.